ഹായ് ഗൈസ് നമ്മുടെ ഫ്രാങ്കിലിനൊത്തും പൈസ ഇല്ല ഗൈസ് നമ്മൾ ഈ ചേച്ചിയുടെ അടുത്ത് പോയി ചേച്ചി പറഞ്ഞായിരുന്നു കുറച്ച് കാശ് തരാം. അപ്പം ഞാൻ പറഞ്ഞ ഡ്യൂട്ടി എല്ലാം ചെയ്യണമെന്ന്. അപ്പം ആദ്യം പറഞ്ഞ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റാൻഡമിൽ ചാടിക്കണം ഗൈസ്. അതാണ് ഗൈസ് ആ ഡ്യൂട്ടി. അത് ഈ സ്കൂട്ടിയും വെച്ചുകൊണ്ട് ആ റാൻഡമിലൊക്കെ ചാടിക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. എന്നാലും ആ ചേച്ചി പറഞ്ഞാൽ നമുക്ക് പണക്കാരനാവാൻ ഞാൻ പൈസ തരാമെന്നാണ് ഗൈസ്. അപ്പം അയ്യോ ഗൈസ് നമ്മുടെ സ്കൂട്ടി ഞാൻ ചാടിച്ച് ഗൈസ്. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യും ഗൈസ്. അയ്യോ ചത്തേ ഗൈസ്. ചത്തില്ല. ഞാൻ നേരെ പോയി സ്കൂട്ടി എടുത്തിട്ട് ആ ചേച്ചി അടുത്ത് പൈസ ചോദിക്കാൻ പോവാണ് ഗൈസ്. നിങ്ങൾക്ക് അറിയാം, എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. നമ്മുടെ ഫ്രാങ്കിലിനൊരു പണക്കാരനാവണമെങ്കിൽ. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ചേച്ചിയുടെ അടുത്ത് പോയിട്ടുണ്ട്. ഈ റാം ജമ്പിലും കൂടെ നമുക്കൊന്ന് ചാടിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട ഗൈസ്. നമ്മുടെ ചേച്ചി പറഞ്ഞത് നിനക്ക് 50,000 രൂപ വേണമെങ്കിൽ ഇവിടെ റാം ജമ്പിൽ ചാടിക്കാനാണ്. അപ്പം ഇവിടെ കുറേ റാം ജമ്പൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച് ഗൈസ് ഒന്നാമത് ഇത് സ്കൂട്ടിയാണ്, പിന്നെ ബൈക്ക് ഈ സ്കൂട്ടിയിൽ നിന്ന് വീണ് അപകടം ഒന്നും വരുത്തണ്ട. അപ്പം നമുക്ക് നമ്മുടെ ചേച്ചിയെ പോയി കാണാം. പക്ഷെ ഇതാണോ ഗൈസ് ചേച്ചി? എന്ത് ഇതൊന്നും റാം ജമ്പ് ചെയ്തല്ലോ ചേച്ചിൻ്റെ ഇതാണോ? ചേച്ചിയെ കാണുന്നില്ല. ചേച്ചിയെ കാണുന്നില്ല. ചേച്ചി എടുത്ത് പോയ ഗൈസ്. എൻ്റെ അമ്മ ചേച്ചിയെ കാണുന്നില്ല ഗൈസ്. എന്തൊരു കഷ്ടമാണ് ഗൈസ് ഇത്. ഇതാണ് ഗൈസ് നമ്മളെ ചേച്ചിയുടെ ഹസ്ബൻഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവനെ പോയി അടിച്ചിടാൻ പോവാണ് ഗൈസ്. ഇവൻ അങ്ങനെ ഇപ്പം എൻ്റെ പൈസ എല്ലാം ജീവിക്കണം. എടാ ഓർഡറാ, നീ ചത്തളയിന്ന്. എൻ്റെ അടുത്ത് അവൻ്റെ കളി നീയും കണ്ടോ ഗൈസ്. ഞാൻ എന്തായാലും ഇതാണ് ഗൈസ് ആ ചേച്ചിയുടെ അമ്മവും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും അവനെയും കൂടെ അങ്ങ് അടിച്ചിട്ടിട്ടുണ്ട്. അയ്യോ ഗൈസ് പോലീസ് വണ്ടി ഗൈസ്. എടാ നിന്നെ ഞങ്ങൾ വെറുതെ വരണമെങ്കിൽ വീഡിയോ വന്നെല്ലാം ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം. പെട്ടെന്നെല്ലാം ലൈക്ക്